നമസ്കാരം, ഞാൻ സന്ധ്യ രഘുകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ചർച്ചയിൽ സമവായം. തലസ്ഥാനത്തെ അക്രമ സംഭവങ്ങളിൽ സർവകക്ഷി യോഗം വിളിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സമവായ ചർച്ചയിൽ തീരുമാനം. അടുത്ത മാസം 6-ന് യോഗം ചേരും. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തും കണ്ണൂരും കോട്ടയത്തും നാളെ ഉഭയകക്ഷി ചർച്ച നടത്താനും CPM BJP നേതാക്കളുടെ യോഗത്തിൽ ധാരണ. തിരുവനന്തപുരത്ത് നടന്നത് അത്യന്തം ദാരുണമായ സംഭവമെന്ന് മുഖ്യമന്ത്രി പിണറായി. അക്രമ സംഭവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അണികൾക്ക് നിർദ്ദേശം നൽകും. അക്രമങ്ങൾ തുടരില്ലെന്നും യോഗത്തിൽ ധാരണ. രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് കോടിയേരി. കേരളത്തിലേത് സമാധാനം നഷ്ടപ്പെട്ട രാഷ്ട്രീയ സാഹചര്യമെന്ന് കുമ്മനം രാജശേഖരൻ. സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ ഏത് ചർച്ചയ്ക്കും BJP തയ്യാറാണ്. സംസ്ഥാനത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സ്വൈര്യജീവിതം നടത്താനും എല്ലാവർക്കും അവകാശമുണ്ടാകണം. തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരാജയമെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ. ക്രൂരതയ്ക്ക് പിന്നിൽ വൈരാഗ്യം. തിരുവനന്തപുരത്തെ RSS പ്രവർത്തകന്റെ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമെന്ന് FIR. പ്രദേശത്തെ BJP DYFI സംഘർഷങ്ങൾ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കേസിലാകെ 11 പ്രതികളെന്നും ഇതുവരെ 7 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായും FIR റിപ്പോർട്ട്. കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പേർക്കായി തിരച്ചിൽ തുടരുന്നതായി പോലീസ്. അതേസമയം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തലസ്ഥാന നഗരത്തിൽ ഉൾപ്പെടെ സുരക്ഷാ വിന്യാസം ശക്തം. പോലീസിന്റെ ഗുണ്ടാ സ്ക്വാഡും സജീവം. പിടിയിലായവരെല്ലാം കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെന്ന പോലീസ്. കൊലയിലേക്ക് നയിച്ചത് കൊല്ലപ്പെട്ട രാജേഷും പ്രധാന പ്രതി മണിക്കുട്ടനും തമ്മിലുണ്ടായിരുന്ന പ്രാദേശിക തർക്കങ്ങൾ. ഇതിനു പുറകെ രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് പരിശോധിച്ചു വരികയാണെന്നും IG മനോജ് എബ്രഹാം. ജനപ്രിയന് നിർണായകം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി. 3 ആഴ്ചയോളം നീണ്ട ഒളിവ് ജീവിതത്തിന് ശേഷം അപ്പുണ്ണി ആലുവ പോലീസ് ക്ലബ്ബിൽ ഹാജരായത് ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന്. ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭിക്കുമെന്ന് അന്വേഷണ സംഘം. കേസിൽ തനിക്ക് പങ്കില്ലെന്ന് അപ്പുണ്ണി. കേസിൽ കാവ്യ മാധവനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. പൾസർ സുനിയെ അറിയില്ലെന്ന നടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമെന്ന് അന്വേഷണ സംഘം. 10ഓളം സിനിമകളുടെ സെറ്റിൽ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു. പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ കാവ്യയ്ക്ക് അടുത്ത ദിവസം നോട്ടീസ് നൽകുമെന്നും അന്വേഷണ സംഘം. അതിനിടെ അന്വേഷണം വീണ്ടും സിനിമാ മേഖലയിലേക്ക് വ്യാപിപ്പിച്ച് പോലീസ്. നടിയെ അപായപ്പെടുത്താൻ ദിലീപ് ശ്രമിച്ചേക്കുമെന്ന് ചില താരങ്ങൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നുവെന്ന് നിഗമനം. ദിലീപുമായി അടുത്ത പരിചയമുള്ളവരും അല്ലാത്തവരുമായ താരങ്ങളുടെ ലിസ്റ്റ് അന്വേഷണ സംഘം തയ്യാറാക്കിയതായും റിപ്പോർട്ട്. കടുപ്പിച്ച് റഷ്യയും. അമേരിക്കയുമായി നയതന്ത്ര പ്രതിസന്ധി നിലനിൽക്കെ നിലപാട് കടുപ്പിച്ച് റഷ്യ. രാജ്യത്തുള്ള 755 US നയതന്ത്രജ്ഞർ ഉടൻ രാജ്യം വിടണമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അമേരിക്കയുമായുള്ള ബന്ധം ഉടൻ മെച്ചപ്പെടാനിടയില്ലെന്നും മുന്നറിയിപ്പ്. പുടിനെ ചൊടിപ്പിച്ചത് അമേരിക്ക റഷ്യയ്ക്ക് മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യം. റഷ്യൻ നടപടി ഇരു രാജ്യങ്ങളുമായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളുടെ ആക്കം കൂട്ടുമെന്ന് വിലയിരുത്തൽ. പെട്ടെന്നൊരു നടപടിയിലേക്ക് നീങ്ങുന്നില്ലെന്നും ഉദ്യോഗസ്ഥരെ പുറത്താക്കുക ഘട്ടം ഘട്ടമായെന്നും പുടിൻ. US തെരഞ്ഞെടുപ്പിലെ ഇടപെടൽ അന്വേഷണം പുരോഗമിക്കവെയുള്ള കൊമ്പുകോർക്കൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സാരമായി ബാധിക്കുമെന്നും നിഗമനം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.